ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ലക്കി സ്റ്റാർസ്. അപ്പോൾ നിങ്ങളെ എന്നെ അറിയാമായിരുന്നു, ഞാൻ വേറൊരു വീഡിയോയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നിങ്ങളിത് കണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണം. ഇന്ന് നമ്മൾ ഒരു അലോവേറ സോപ്പ് ഉണ്ടാക്കാൻ പോകണം. എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സോപ്പെല്ലാം ഇത് നിങ്ങൾ കാണുന്ന എല്ലാ അലോവേറയാണ്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കണ്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിക്കാൻ പോകുന്നത്. ഉണ്ടാക്കാതെ കണ്ടിക്കാം. ആര്യവേല, ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനി ഞാൻ 3 എണ്ണം പറയാം. ആര്യവേപ്പ്. ഇന്നാ ക്യാമറമാൻ, ക്യാമറമാൻ, ക്യാമറമാൻ. ഓക്കെ, അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ കറ്റാർവാഴ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലി ചെത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ജെല്ലാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ളിലെ കറയെല്ലാം നന്നായി കഴുകിക്കളഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനോടൊപ്പം ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് കറ്റാർവാഴയ്ക്കൊപ്പം നമ്മൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവാണ്. ഇത് രണ്ടും വളരെ ഔഷധ ഗുണമുള്ളതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ജെല്ല് നമ്മളെടുത്ത് ഒപ്പം കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും ചേർത്താണ് നമ്മൾ ഈ സോപ്പ് തയ്യാറാക്കുന്നത്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ളൊരു സോപ്പാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്കിതിന് സോപ്പിന് ആവശ്യമായിട്ടുള്ളത് ബേസാണ്. ബേസ് നമുക്ക് ഓൺലൈൻ വഴി നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ ബേസ് നമുക്ക് നന്നായി കട്ട് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. അപ്പം അത് വളരെ ഈസിയാണ്. വേഗം തന്നെ നമുക്കൊരു 2 ബാറായിട്ടാണ് കിട്ടുന്നത്. അതിലൊരു ബാറാണ് നമ്മൾ 6 സോപ്പ് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെയധികം ചെറുതായിട്ട് നല്ല പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനോടൊപ്പം നമുക്കിതിന് പെർഫ്യൂംസ് ആവശ്യമാണ്. സ്മെല്ല് വേണമല്ലോ. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പിയേഴ്സിൻ്റെ സോപ്പാണ്. അല്ലാതെ പെർഫ്യൂംസ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിയേഴ്സിൻ്റെ ഒരു ഫുൾ സോപ്പാണ്. നമ്മളത് ബേസ് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ നന്നായി ചെറുതായിട്ടത് കട്ട് ചെയ്തെടുക്കുന്നു. നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. നന്നായിട്ട് പിയേഴ്സിൻ്റെ സോപ്പ് ബേസ് കട്ട് ചെയ്യുന്നത് തന്നെ കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണിത്. വളരെയധികം ഔഷധ ഗുണങ്ങൾ, നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിയേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറ്റാർവാഴയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം അതിന് ശേഷം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇത് നമ്മൾ കുഴമ്പ് രൂപത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഇതുപോലെ കിട്ടണം നമുക്ക്. പിന്നീട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഡിഷിലെല്ലാം നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മൾ തൂക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ തൂത്തതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ച് നമുക്ക് നന്നായിട്ടത് മെൽറ്റാകണം. അപ്പോൾ ഈ സോപ്പിൻ്റെ ബേസും സോപ്പ് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്കത് കിട്ടും. അപ്പോൾ നമ്മളത് അടിയിലൊന്നും പിടിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മളത് ചെയ്യണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ചെയ്യണം. അടിയിലെ പാത്രം നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കേണ്ടത്. നന്നായിട്ടത് ബോയിൽ ചെയ്യാനായിട്ട് നമ്മളത് വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഉരുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാം ഒരു കട്ട പോലും കിടക്കാതെ എല്ലാം നന്നായിട്ട് ഉരുകി നല്ല കുഴമ്പ് രൂപത്തിലാകും. അപ്പോൾ ഇത് നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം, അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് സമയം എടുക്കും മെൽറ്റായിട്ട് വരാനായിട്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതമാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം ചേർക്കുക. അതിനുള്ളിലേക്ക് കറ്റാർവാഴയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത്
ചേർക്കുമ്പോൾ നമുക്കിതുപോലൊരു കടുംപച്ച കളറിലാണ് നമുക്കത് കിട്ടുന്നത്. എന്നിട്ട് അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അത് ഇളക്കി നല്ലപോലെ ചേരണം. അതിന് ശേഷം നമ്മൾ ചൂടോടുകൂടി തന്നെ വാങ്ങി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോപ്പിൻ്റെ ഡിഷുകളിലേക്ക് അത് പകർന്നൊഴിക്കുക. അപ്പോൾ അത് ഫില്ല് ചെയ്ത് തന്നെ നന്ന വൃത്തിയായിട്ട് ഒഴിക്കുക. നമുക്കിപ്പോൾ ഇവിടെ 6 സോപ്പാണ് ഉപയോഗിക്കാൻ പറ്റിയത്. ഈ ലൈൻ ഉപയോഗിച്ച് നമ്മളത് നന്നായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് കിട്ടും. പിന്നെ കുറച്ച് ഒരു ദിവസമൊക്കെ വെച്ചാൽ നല്ല സോപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ അതേ മണവും അതേ BSൻ്റെ അതേ തൂക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. വളരെ നല്ല എഫക്റ്റീവാണ്. ലാസ്റ്റ് അത് കിട്ടിക്കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നല്ല സോപ്പായിട്ട് നമ്മൾ കടയിൽ വാങ്ങുന്ന സോപ്പ് പോലെ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.